നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ കശ്മീർ നയത്തിൽ പ്രതിഷേധിച്ച് 2019 ജില്ലാ കളക്ടർ സ്ഥാനം രാജിവെച്ച മലയാളി സംഘപരിവാറിനെതിരെ രാജ്യം കണ്ട പ്രക്ഷോഭങ്ങളുടെ തീപ്പന്തമായി മാറിയയാൾ പൗരത്വ ഭേദഗതി സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നിരവധി കേസുകൾ, ചേരികളിലും തെരുവുകളിലും സന്ദർശിച്ച് നിരന്തരം പാവങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന, രാജിക്കത്ത് നൽകി 6 വർഷം കഴിഞ്ഞിട്ടും ആ രാജിക്കത്ത് കേന്ദ്രം സ്വീകരിക്കാത്ത, സത്യാന്വേഷണത്തിന്റെ ഭാഗമായി വീട് വിട്ടിറങ്ങിയ സിദ്ധാർത്ഥ രാജകുമാരനെ പോലെ ഒരു ജന്മം. അതാണ് കണ്ണൻ ഗോപിനാഥൻ എന്ന 39കാരൻ. കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച മലയാളി IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നുവെന്ന വാർത്തയോടെ ഇദ്ദേഹം ചർച്ചകളിൽ വീണ്ടും നിറയുകയാണ്. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയാണ് കണ്ണൻ ഗോപിനാഥൻ. ഇന്ന് സംഘപരിവാറിന്റെ കടുത്ത വിമർശകനായ കണ്ണൻ കോളേജ് കാലത്ത് RSS ആയിരുന്നു എന്നതാണ് ഏറ്റവും വിചിത്രം. KN ഗോപിനാഥൻ നായരുടെയും VR കുമാരിയുടെയും മകനായി കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് കണ്ണന്റെ ജനനം. പിതാവ് കേരള സർക്കാരിൽ UD ക്ലർക്കായിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന പാലക്കാടായിരുന്നു കണ്ണന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. ചെറുപ്പത്തിലെ പഠിക്കാൻ മിടുമിടുക്കനായിരുന്നു. 2001 കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ സംസ്ഥാനതല ജോയിന്റ് ടോപ്പറായിരുന്നു കണ്ണൻ. തുടർന്നാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിലെ മെസ്രയിലുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് അദ്ദേഹം സ്വർണ്ണ മെഡലോടെ പൂർത്തിയാക്കുന്നത്. താൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് RSSകാരനായിരുന്നുവെന്നത് കണ്ണൻ ഗോപിനാഥൻ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയതായിരുന്നു. പഠനശേഷം നോയിഡയിൽ ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയിൽ അദ്ദേഹം തന്റെ കരിയർ തുടങ്ങി. ആ സമയത്തും സാമൂഹിക പ്രവർത്തനം ശക്തമായിട്ടുണ്ട്. ഈ കാലയളവിൽ അസോസിയേഷൻ ഫോർ ഇന്ത്യ ഡെവലപ്മെന്റ് നോയിഡ ചാപ്റ്ററിലെ ഒരു വോളണ്ടിയർ എന്ന നിലയിൽ ഒരു ചേരിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടു. ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭഘട്ടങ്ങളിലും സജീവ പങ്കാളിയായിരുന്നു. നോയിഡയിലെ സന്നദ്ധ സേവന ദിനങ്ങളിൽ കണ്ടുമുട്ടിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഹിമാനി പഥക്കിനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 22-ാം വയസ്സിലായിരുന്നു ആ വിവാഹം. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് അകത്ത് കയറണമെന്ന ആശയം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ തന്നെയായിരുന്നു. അവൾ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോകുന്നത് കണ്ടാണ് കണ്ണനും പോകാൻ ആരംഭിച്ചത്. പിന്നീട് പ്രിലിമിനറി കിട്ടിയപ്പോൾ കണ്ണൻ ജോലി രാജിവെച്ച് പഠനം തുടങ്ങി. അങ്ങനെ ഭാര്യയുടെ ചെലവിൽ പഠിച്ചാണ് താൻ സിവിൽ സർവീസ് നേടിയതെന്ന് കണ്ണൻ അഭിമാനത്തോട് പറയുന്നുണ്ട്. 2018 പ്രളയകാലത്തായിരുന്നു കണ്ണൻ ഗോപിനാഥൻ കേരളത്തിൽ ആദ്യമായി വാർത്തകളിൽ നിറഞ്ഞത്. താൻ ഉത്തരേന്ത്യയിൽ IAS പദവി വഹിക്കുന്ന ആളാണെന്ന് വെളിപ്പെടുത്താതെ ലീവ് എടുത്ത് കേരളത്തിലെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തിരിച്ചറിയുന്നതുവരെ 8 ദിവസം വെള്ളപ്പൊക്ക ബാധിത കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജോലി ചെയ്തു. മറ്റുള്ള വോളണ്ടിയർമാർക്കൊപ്പം ചാക്കു ചുമന്ന് ലോറികളിൽ നിറയ്ക്കാൻ സഹായിച്ച കണ്ണൻ ഗോപിനാഥന്റെ ചിത്രങ്ങളും വൈറലായി. എന്നാൽ ഇത് വെറും ഷോ ആയിരുന്നില്ല. കണ്ണൻ ഗോപിനാഥൻ ആദ്യം പോസ്റ്റിംഗ് കിട്ടിയ മിസോറാമിലും ദാദ്ര നഗർ ഹവേലിയിലുമൊക്കെ നിസ്വാർത്ഥമായാണ് പ്രവർത്തിച്ചത്. 2012 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ചേർന്ന ഈ ചെറുപ്പക്കാരൻ ആരും പോകാൻ മടിക്കുന്ന മിസോറാമാണ് ആദ്യ ജോലിക്കായി തിരഞ്ഞെടുത്തത്. പക്ഷേ മിസോറാമുകാരുടെ കണ്ണിലുണ്ണിയായാണ് അദ്ദേഹം മടങ്ങിയത്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തൊട്ട് IT മേഖലയിലേക്ക് വരെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ വന്നു. മിസോറാമിലെ ഹനാതിയാലിലെ വിദൂര മേഖലയിൽ ATM വേണമെന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ എഴുതിയ അസാധാരണമായ കത്തിലൂടെ അദ്ദേഹം വാർത്തയായി. എന്നാൽ 2019 കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനോട് പ്രതിഷേധിച്ച കണ്ണൻ ഗോപിനാഥൻ രാജിവെച്ചു. ജോലിയല്ല, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. രാജ്യത്ത് നടക്കുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടും മൗനം പാലിക്കുന്നവർ രാജ്യദ്രോഹികളാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും എന്നാൽ അവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ സർക്കാരിനാകില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ അന്നേ പറഞ്ഞിരുന്നു. എനിക്ക് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തിരികെ വേണം. ദിവസമെങ്കിൽ അത്രയും ഞാനായി ജീവിക്കണം. 2019 ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചപ്പോൾ, ഒരു ജനതയുടെ മുഴുവൻ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നെന്ന് നാളെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ ജോലി രാജിവെച്ചെന്നെങ്കിലും മറുപടി നൽകാൻ എനിക്ക് സാധിക്കണം. ഇതായിരുന്നു രാജിക്ക് ശേഷമുള്ള കണ്ണൻ ഗോപിനാഥന്റെ പ്രതികരണം. അഭ്യസ്തവിദ്യനായ ഏതൊരു ചെറുപ്പക്കാരന്റെയും സ്വപ്നമായ IAS എന്ന 3 അക്ഷരം കൃത്യമായ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ആ ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിലും തരംഗമായി. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലെമ്പാടും ഓടി നടന്ന് കണ്ണൻ മോദിക്കും അമിത്ഷായ്ക്കും സംഘപരിവാറിനുമെതിരെ ആഞ്ഞടിച്ചു. നോട്ട് നിരോധനവും കശ്മീർ വിഭജനവും
പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയവയ്ക്കെതിരെ രാജ്യത്തുടനീളം സഞ്ചരിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. മുംബൈ, ആഗ്ര, പ്രയാഗ്രാജ് എന്നിവയുൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ പോലീസ് തടഞ്ഞുവെച്ചു. അതിനിടെ കോവിഡ് കാലമായതുകൊണ്ട് ഉടനെ സർവീസിലേക്ക് തിരികെ പ്രവേശിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അദ്ദേഹം തള്ളി. കോവിഡ് പ്രതിസന്ധിയെ നേരിടാൻ സന്നദ്ധ സേവനം നടത്താൻ തയ്യാറാണെന്നും എന്നാൽ വീണ്ടും IAS ചേരില്ലെന്നും പറഞ്ഞുകൊണ്ട് ചുട്ട മറുപടി അദ്ദേഹം കൊടുത്തു. പക്ഷെ ദുരന്ത നിവാരണ നിയമം, പകർച്ചവ്യാധി നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കണ്ണനെതിരെ കേസെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കേന്ദ്ര സർക്കാർ കൂടുതൽ പീഡിപ്പിക്കാനാണ് തിരിച്ചു വിളിക്കുന്നതെന്നും പിന്നിൽ പ്രതികാര ബുദ്ധിയാണെന്നും കണ്ണൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കണ്ണൻ ഗോപിനാഥൻ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഘപരിവാർ ഉയർത്തുന്ന ഫാസിസത്തെ തടയാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. തളർന്നു കിടക്കുന്ന കോൺഗ്രസിനാവട്ടെ കണ്ണനെ പോലൊരു ഫയർ ബ്രാൻഡ് നേതാവിന്റെ രംഗപ്രവേശം വലിയ ആശ്വാസമാണ്. മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നത്. അടുത്ത തവണ ലോക്സഭയിലേക്ക് കണ്ണൻ കേരളത്തിൽ നിന്ന് മത്സരിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും കണ്ണൻ എഫക്റ്റ് പ്രതിഫലിച്ചുകൂടുന്നില്ല. പഴയ കാലത്ത് നിന്ന് വലിയ മാറ്റമുണ്ടെങ്കിലും ഇപ്പോഴും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്നത് ആർക്കും അറിയുന്ന കാര്യവുമാണ്. ഫാസിസത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് പോലൊരു പാർട്ടിയിലേക്ക് കയറുന്ന കണ്ണന് അതിനുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കണ്ണൻ ഗോപിനാഥൻ എന്നത് ഒരു ഫയർ ബ്രാൻഡാണ്. പാരമ്പര്യ രാഷ്ട്രീയം പിന്തുടരുന്ന കോൺഗ്രസിന് കണ്ണൻ എന്തായാലും ഒരു ബാധ്യതയായി മാറാതിരിക്കട്ടെ.